ഹായ് എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനോട് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്ലൂവും പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡും ബ്ലൂവും കളറും കൂടിയിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. നമ്മൾ പർപ്പിൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ ബോട്ടിലിൽ പർപ്പിൾ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് പർപ്പിൾ കളർ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മളിനി ഇത് ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വരാം. ഇത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. ഇതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫ്ലവർ നമ്മൾ പെയിൻറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫ്ലവറാണിത്. ഈ ഫ്ലവർ 2-3 ഫ്ലവർ നമുക്ക് ആവശ്യമുള്ളൂ. ഞാനിവിടെ 3 ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പെയിൻറ്റിൽ ഒന്ന് മുക്കുക. അതിന് ശേഷം ഈ ബോട്ടിൽ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞ് ബോൾ പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. പരക്കാൻ പാടില്ല, കുറച്ച് കെയർഫുൾ ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഒരു 10 ഫ്ലവേഴ്സ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലീഫ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 തണ്ട് വെച്ചിട്ട് ബാക്കി 3 തണ്ട് നമ്മൾ പൊട്ടിച്ച് കളയാണ്. അതിനുശേഷം നമ്മളിത് ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നമ്മൾ നേരത്തെ അതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മേലെ സൈഡിലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ലീഫ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഫുള്ളായിട്ട് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫുള്ളായിട്ട് ലീഫ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വരാം. ഇതാ നമ്മളിവിടെ ഫുള്ളായിട്ട് ഫ്ലവേഴ്സിന് ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഗുമ്മ് വരുത്താൻ വേണ്ടിയിട്ട് സെൻറ്റർ പോർഷനിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് കളറിൽ നമ്മൾ ബഡ്സ് കൊണ്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബോ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് 2 നൂലെടുത്തിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ബോട്ടിലൊന്ന് ഗുമ്മ വരുത്താൻ വേണ്ടിയിട്ട് ഇത് അതുപോലത്തെ നൂലെടുത്തിട്ട് ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ബോട്ടിലിനൊരു ഫിനിഷിങ് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഫ്ലവറിൻ്റെ മേലൊക്കെ ലൈറ്റായിട്ട് ഒന്ന് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റ്. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഐഡിയ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.